കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത് ഫയർ റിലേറ്റഡ് ഹസാർഡ്സിനെ കുറിച്ചായിരുന്നു. തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നായിരുന്നു ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. എന്താണ് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എന്ന് പറഞ്ഞാൽ? ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ തീ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു ഉപകരണമാണ്. അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള, സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു മെറ്റാലിക്കൽ കണ്ടെയ്നർ, അതിനുള്ളിൽ തീ അണയ്ക്കാനുള്ള വസ്തു, അത് കെമിക്കൽസ് ആണ്. സാധാരണ രീതിയിൽ ഒന്നുകിൽ അത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫോം പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ തീ അണയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റ് ലിക്വിഡ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വെസലിൽ ഹൈ പ്രഷറിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് നമ്മൾ സാധാരണ പേര് വിളിക്കുക. നമ്മൾ സിനിമാ തിയേറ്ററുകളിലും അല്ലെങ്കിൽ മോളുകളിലൊക്കെ അത് കാണാറുണ്ട് സാധാരണ. ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് പ്രധാനമായിട്ട് 3 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ കാണുക: എ കാറ്റഗറി, ബി കാറ്റഗറി ആൻഡ് സി കാറ്റഗറി. എ കാറ്റഗറി ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് പേപ്പർ, പ്ലാസ്റ്റിക്, വുഡ് തുടങ്ങിയവയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ എ കാറ്റഗറി ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ ഉപയോഗിക്കും. ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം റിലേറ്റഡ് പ്രോഡക്ട്സ്, അതിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബി കാറ്റഗറി എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉപയോഗിക്കും. ഗ്യാസ്, നമ്മുടെ കുക്കിംഗ് ഗ്യാസോ അതല്ലെങ്കിൽ വെൽഡിംഗ് ഗ്യാസോ പിന്നെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സി കാറ്റഗറിയിൽപ്പെട്ട ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ് ഉപയോഗിക്കുക. ഇപ്പൊ ശ്രദ്ധിക്കുക, ഫയർ എക്സ്റ്റിങ്ക്വിഷർ 3 ടൈപ്പ് ഉണ്ട്: എ ടൈപ്പ്, ബി ടൈപ്പ്, സി ടൈപ്പ്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എ ടൈപ്പ് നമ്മൾ പേപ്പർ, പ്ലാസ്റ്റിക്, വുഡ്. ബി ടൈപ്പ് നമ്മൾ പ്രധാനമായിട്ട് പെട്രോൾ ആൻഡ് പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഓയില് അതുപോലുള്ള പ്രോഡക്റ്റുകൾ. സി ടൈപ്പ് നമ്മൾ പ്രധാനമായിട്ട് ഗ്യാസ് റിലേറ്റഡ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഹസാർഡിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സി ടൈപ്പ് ഉപയോഗിക്കുന്നു. അതിന്റെ വിവിധ രീതിയിലുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആണ് നമുക്ക് നോക്കിയാൽ കാണാം. അപ്പൊ ഇതിന്റെ ഈ നോബ് ഉപയോഗിച്ചിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ നോസിൽ കൂടി ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ആ മിക്സർ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഞാൻ അത് പറയാൻ കാരണം, ചിലതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിരിക്കാം, മറ്റു ഫോം പോലുള്ള വസ്തുക്കളായിരിക്കാം, മറ്റു ചിലതരം ലിക്വിഡ്സ് ആയിരിക്കാം. അത് ഇതിൽ കൂടി പുറത്തു വരുന്നു. നമ്മൾ ആ ഫയർ നേരെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും തീ അണയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊരു പ്രാഥമികമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് പെട്ടെന്നൊരു തീ പൊട്ടി പുറപ്പെട്ടാൽ അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കാം. പക്ഷെ പിന്നീട് കൂടുതലായിട്ട് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കണം. അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്: ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ ലബോറട്ടറികളെ സംബന്ധിച്ചായാലും ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചാണെങ്കിലും ഏത് തരം ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ മാനേജ്മെന്റ്. ഇപ്പൊ കേരളത്തിലെ ഏകദേശം കണക്കെടുത്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകൾ 50 ടൺ ബയോമെഡിക്കൽ വേസ്റ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. നമ്മൾ ഹസാർഡ്സ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഒരുപാട് രീതിയിലുള്ള ഹസാർഡ്സ്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഹസാർഡ്സ് ഒക്കെ ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് കൊണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേസ്റ്റുകളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇതിന് സ്വകാര്യ സ്ഥാപനങ്ങൾ അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പലപ്പോഴും ആശ്രയിക്കുന്നത് സെൻട്രലൈസ്ഡ് ഏജൻസികളെയാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തുന്ന ഇമേജ് എന്ന് പറയുന്ന ഏജൻസിയാണ്. ഇമേജ് ഏജൻസി നമ്മൾ അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന വേസ്റ്റ് അവർ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയ്ക്കൊരിക്കൽ ആ വേസ്റ്റിന്റെ അളവനുസരിച്ച് അവർ കളക്ട് ചെയ്യും. അവരുടെ പ്ലാന്റുകൾ, പ്രധാനമായിട്ട് അവർക്ക് നോർത്ത് കേരളയിലെ പാലക്കാട് വലിയൊരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് അവരതിനെ അതിൻ്റെതായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇമേജോ അല്ലെങ്കിൽ അതുപോലത്തെ ഏജൻസിയായിട്ട് അഫിലിയേഷൻ ഇല്ലാത്ത വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ പലപ്പോഴും ചെയ്യുന്നത് അവരുടേതായ രീതിയിലുള്ള വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ്. അപ്പൊ അതിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് ഒരു ഇൻസിനറേറ്റർ എന്ന് പറയുന്ന, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിനെ ബേൺ ചെയ്ത് കത്തിച്ച് നശിപ്പിക്കാൻ പറ്റിയ ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഉപകരണം വേണം. അതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളെ ഡിസ്പോസലിന് മുമ്പായിട്ട് അണുവിമുക്തമാക്കാൻ വേണ്ടി വലിയ ഓട്ടോക്ലേവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലാബുകളിൽ കാണുന്നത് പോലുള്ള
ഓട്ടോക്ലേവിന്റെ എത്രയോ വലിപ്പമുള്ളത്. അപ്പോൾ ഇമേജിന്റെ ഒക്കെ അറ്റ് എ ടൈം 1000 കിലോഗ്രാം മെറ്റീരിയൽസിനെ ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റിയ വലിയ ഓട്ടോക്ലേവുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെൻട്രലൈസ്ഡ് സിസ്റ്റം നമുക്ക് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളുടെ ഓരോ സ്ഥാപനങ്ങളിലും ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്രോട്ടോകോൾ നിർബന്ധമായിട്ടും നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനൊരു കളർ കോഡ്, ഇതൊരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് കളർ കോഡാണ്. ഇപ്പൊ കളർ കോഡ് അനുസരിച്ച് നമ്മൾ അതിനെ വിവിധ കാറ്റഗറികളായിട്ട് വേർതിരിക്കുന്നു. ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ യെല്ലോ കാറ്റഗറി എന്ന് പറയും. യെല്ലോ കാറ്റഗറിയിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ, അവശിഷ്ടങ്ങൾ. അനിമൽ അനാറ്റമിക്കൽ വേസ്റ്റ്, മൃഗങ്ങളുടെ ശരീരത്തിന്റെ, ലബോറട്ടറി ഉപയോഗിക്കുന്ന ലബോറട്ടറി അനിമൽസിന്റെ ബോഡി. അതുപോലെ സോയിൽഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ബാൻഡേജിന് ഉപയോഗിക്കുന്ന, ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ലിനൻ, കോട്ടൺ തുടങ്ങിയവ. ഡിസ്കാർഡഡ് ഓർ എക്സ്പയർഡ് മെഡിസിൻസ്, എക്സ്പയറി കഴിഞ്ഞാൽ പിന്നെ ആ മെഡിസിൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ഡിസ്കാർഡഡ്. അത് നമ്മൾ ഈ യെല്ലോ കാറ്റഗറിയിലാണ് ഡിസ്കാർഡ് ചെയ്യുക. അതുപോലെ ലബോറട്ടറി വേസ്റ്റുകൾ, മൈക്രോബയോളജി, ബയോടെക്നോളജി, അതുപോലെ മറ്റു ക്ലിനിക്കൽ ലബോറട്ടറി വേസ്റ്റുകൾ, കെമിക്കൽ വേസ്റ്റുകൾ, ഇതെല്ലാം നമ്മൾ യെല്ലോ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ യെല്ലോ കാറ്റഗറിയിലെ വേസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഈ വേസ്റ്റുകൾ സാധാരണ ചെയ്യുന്നത് ഇൻസിനറേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് ലാബിൽ സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഏജൻസി ഏൽപ്പിക്കുക. ഇൻസിനറേറ്റർ ഉണ്ടെങ്കിൽ ഈ വസ്തുക്കളെല്ലാം നമ്മൾ ഇൻസിനറേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇവ നമ്മൾ സാധാരണ പോളിത്തീൻ കവറുകളിൽ കളക്ട് ചെയ്യുന്നു. രണ്ടാമത് റെഡ് കാറ്റഗറിയാണ്. റെഡ് കാറ്റഗറി അത് കണ്ടാമിനേറ്റഡ് വേസ്റ്റ്, റീസൈക്ലബിൾ എന്നാണ് പറയുക. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കണ്ടാമിനേറ്റഡ് വേസ്റ്റ്. ഇപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന വസ്തുക്കൾ സിറിഞ്ചുകൾ, ട്യൂബിങ്സ്, കതീറ്റേഴ്സ്, ഗ്ലൗസ്, അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ സിംഗിൾ യൂസ് വസ്തുക്കളാണ്. അവയെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ കണ്ടാമിനേറ്റഡ് ആണ്, അത് ഡീകണ്ടാമിനേറ്റ് ആക്കിയതിനു ശേഷം റീസൈക്കിൾ ചെയ്യുന്നു. അപ്പൊ ഈ വലിയ റീസൈക്ലിംഗ് പ്ലാന്റുകളിൽ ചെയ്യുന്നത് ഈ സംഗതി അവർ റീസൈക്ലിംഗ് ഇൻസ്ട്രുമെന്റിലോട്ട്, ആ ഫെസിലിറ്റിയിലോട്ട് കടത്തിവിട്ട് അതിനെ ഷ്രെഡ്സ് ആക്കി മാറ്റും. ചെറിയ ഷ്രെഡുകളാക്കി അല്ലെങ്കിൽ പൗഡറുകളാക്കി മാറ്റി, എന്നിട്ട് ആ ഷ്രെഡ്സ് അല്ലെങ്കിൽ പൗഡറുകൾ വീണ്ടും മറ്റു ചില പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. അതിനാണ് നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും ഉപയോഗിച്ച് തന്നെ വീണ്ടും മറ്റൊരു ഉപയോഗത്തിന് വേണ്ടി മാറ്റിയെടുക്കുന്നതിനാണ് നമ്മൾ പൊതുവെ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ റെഡ് കാറ്റഗറിയിൽ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള റീസൈക്കിളബിൾ പ്ലാസ്റ്റിക്, അതുപോലുള്ള റീസൈക്കിളബിൾ റബ്ബർ പോലുള്ള റീസൈക്കിളബിൾ വേസ്റ്റുകളാണ് ഡിസ്പോസ് ചെയ്യുക. മൂന്നാമത്തത് വൈറ്റ് കാറ്റഗറിയാണ്. ഈ വൈറ്റ് കാറ്റഗറിയിൽ ഷാർപ്സ് ആൻഡ് മെറ്റൽസ്. ഷാർപ്സ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള വസ്തുക്കൾ. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മൾ നീഡിലിനെ കുറിച്ച് ആലോചിക്കും. നീഡിലും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഷാർപ്പായിട്ടുള്ള മെറ്റൽസും എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നത് ഈ വൈറ്റ് കാറ്റഗറി കണ്ടെയ്നേഴ്സിലാണ്. ഇപ്പോൾ വൈറ്റ് കാറ്റഗറി കണ്ടെയ്നർ നമുക്ക് ഷാർപ്പുകളാകുമ്പോൾ നമുക്ക് ഒരിക്കലും പോളിത്തീൻ കവറിൽ കളക്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള, ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള, ടാമ്പർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ ആ കണ്ടെയ്നേഴ്സിൽ കളക്ട് ചെയ്ത് നമ്മൾ അതിനെ ക്ലോസ് ചെയ്ത് കീപ്പ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു. ഇനി നാലാമത്തെ കാറ്റഗറി ബ്ലൂ കാറ്റഗറിയാണ്. ബ്ലൂ കാറ്റഗറിയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് ഗ്ലാസ് വെയർ, മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ്. ഗ്ലാസ് വെയർസ് എന്ന് പറഞ്ഞാൽ പൊട്ടിയ ഗ്ലാസ് വെയർസ്, അതുപോലെ യൂസ് ചെയ്ത സ്ലൈഡുകൾ. ചില സ്ഥലങ്ങളിലൊക്കെ സ്ലൈഡുകൾ റീയൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റീയൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യും. അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന സ്ലൈഡുകൾ, പൊട്ടിയ ഗ്ലാസ് വെയർസ്, അതുപോലെ മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ്. ലാബുകളെ സംബന്ധിച്ച് അത്ര പ്രാധാന്യം ഇല്ലാത്തതാണ് ബോഡി ഇംപ്ലാന്റ്സ്. അല്ല, ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് നമുക്കറിയാം പലപ്പോഴും ബോഡി ഇംപ്ലാന്റ്സ്, മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലിനുള്ളിലൊക്കെ സ്റ്റീൽ ഇട്ടു, അല്ലെങ്കിൽ ഹിപ്പ് ട്രാൻസ്പ്ലാന്റേഷൻ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇംപ്ലാന്റുകൾ ഒരിക്കലും യൂസ്ലെസ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബ്ലൂ കാറ്റഗറിയിലാണ് ഡിസ്പോസ് ചെയ്യുക. ഇനി ഇത് കൂടാണ്ട് ഒരു കാറ്റഗറി കൂടിയുണ്ട്, ബ്ലാക്ക്, അതായത് കറുപ്പ് കളറിലുള്ള കണ്ടെയ്നേഴ്സിൽ നമ്മൾ പ്രധാനമായിട്ട് കളക്ട് ചെയ്യുന്നത് സൈറ്റോടോക്സിക് മെഡിസിൻസ് ആണ്. സൈറ്റോടോക്സിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂവിനെയോ അല്ലെങ്കിൽ സെല്ലുകളെയോ നശിപ്പിക്കാൻ സാധ്യതയുള്ള മെഡിസിൻസിനെയാണ് നമ്മൾ സൈറ്റോടോക്സിക്
നമുക്കറിയാം നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന സൈറ്റോടോക്സിക് മെഡിസിൻസ്. ആ മെഡിസിൻസ് അതിന്റെ എക്സ്പയർ കഴിഞ്ഞാലും യൂസ് കഴിഞ്ഞാലും ബാക്കി വരുന്നതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറിൽ ഉള്ള കണ്ടെയ്നേഴ്സിലാണ്. അപ്പൊ 5ാമത്തെ കാറ്റഗറി ആയിട്ട് അതുകൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ ഈ കളർ കോഡിങ്ങും അതിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള വേസ്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ വേസ്റ്റുകൾ ഞാൻ പറഞ്ഞു വലിയ ഫെസിലിറ്റി ഉള്ള അഫിലിയേഷൻ ഉള്ള ആളുകൾ ഒരുപാട് അഫിലിയേറ്റ് ചെയ്യുന്ന വലിയ കമ്പനികളാണെങ്കിൽ അവർക്ക് അതിനുള്ള ഓൺ ഫെസിലിറ്റീസ് ഉണ്ടാവും. അല്ലാത്ത ചെറുകിട ലബോറട്ടറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ സൗകര്യങ്ങൾ ആർജിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺ ചെയ്യാൻ പറ്റുന്നത് ഇൻസിനറേറ്റർ ഉപയോഗിച്ച് ബേൺ ചെയ്യുക. അല്ലാത്ത വസ്തുക്കൾക്ക് ഒരു ഡിസ്പോസൽ പറയുന്നത് ഡീപ് ബെറിയൽ എന്നാണ്. ഡീപ് ബെറിയൽ എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിൽ കുഴിച്ചെടുക്കുക. ജനവാസം ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ കുടിവെള്ള സ്രോതസ്സിൽ നിന്നൊക്കെ അകലെ മാറിയിട്ട് ഡീപ്പായിട്ട് ബെറിയല്. പിന്നെ മറ്റൊന്ന് കണ്ടാമിനേറ്റ്, അതായത് ഭൂമിയിലേക്ക് മണ്ണിലേക്ക് സോയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർംഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള കോൺക്രീറ്റ് ടാങ്കുകളിൽ അതിനെ ഡിസ്പോസ് ചെയ്യുന്നു. പക്ഷെ ആ രീതിയിലുള്ള ഡിസ്പോസലുകൾ ഇപ്പോൾ ലോക്കൽ ബോഡീസും അതുപോലെ ഗവൺമെന്റും അംഗീകരിക്കുന്ന മുൻകാലഘട്ടങ്ങളിൽ ആ രീതിയിൽ ചെയ്തിരുന്നു. ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റുകൾ അതെങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തത് അതിന്റെ കളക്ഷൻ ആണ്, രണ്ടാമത്തത് സെഗ്രിഗേഷൻ, മൂന്നാമത്തത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് വേസ്റ്റ്. കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് സോഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണം. എവിടെയാണ് ഉണ്ടാകുന്നത് അവിടെ തന്നെ അത് കളക്ട് ചെയ്യുക. അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെയല്ല നമ്മളത് അതിന്റെ കളക്ഷൻ നടത്തേണ്ടത്, സോഴ്സിൽ തന്നെ കളക്ട് ചെയ്യുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സെഗ്രിഗേഷൻ ആണ്. വ്യത്യസ്ത തരത്തിലുള്ള വേസ്റ്റുകളെ വേർതിരിച്ച് നിർബന്ധമായിട്ട് നമ്മൾ അതിനെ വേർതിരിക്കണം, കാറ്റഗറി ആക്കണം. നമ്മൾ വിവിധ കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞല്ലോ, യെല്ലോ, റെഡ്, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്. ആ കാറ്റഗറി ആയിട്ട് വേർതിരിക്കുക. മൂന്നാമത്തത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് വേസ്റ്റ്. ഓരോ ടൈപ്പ് വേസ്റ്റിനും ഓരോ ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ഓരോ ടൈപ്പിലാണ് നമ്മൾ അതിനെ പ്രോസസ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ 3ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആ കളർ കണ്ടെയ്നേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. വ്യത്യസ്ത തരത്തിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താണ്. ബയോമെഡിക്കൽ വേസ്റ്റ് ആർ കളക്ടഡ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളർ കോഡഡ് കണ്ടെയ്നേഴ്സ് ഡിപെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് വേസ്റ്റ്. ആ വേസ്റ്റിന്റെ നേച്ചർ അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കണ്ടെയ്നേഴ്സിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിട്ട് ഗവൺമെന്റും ഏജൻസികളും പറഞ്ഞിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് PCB, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലുകൾക്കും ലാബുകൾക്കും പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ അവരുടെ അംഗീകാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ സ്ഥാപനത്തിലുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഫ്യൂച്ചറിൽ നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു എന്റർപ്രണർ ആയിട്ട് ലാബൊക്കെ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അതിന്റെ ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം കിട്ടിയേ പറ്റൂ. ഇത് നമ്മൾ ഹസാർഡുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഫസ്റ്റ് എയ്ഡ്. ആ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് കടക്കുന്നു. എന്താണ് ഫസ്റ്റ് എയ്ഡ്? ഇറ്റ് ഈസ് ദ ഹെൽപ്പ് ഗിവൺ ഇമ്മീഡിയറ്റ്ലി ടു ആൻ ഇൻജുവേർഡ് പേഴ്സൺ. ഒരാൾക്ക് ഏതെങ്കിലും രീതിയിൽ അപകടം സംഭവിച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഹെൽപ്പിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുക. പേരുകൊണ്ട് തന്നെ നമുക്കറിയാം. പലപ്പോഴും നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് ഈസ് ലൈഫ് സേവിങ്. കൃത്യമായ സമയത്ത് വളരെ ചെറുതാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ നമ്മളുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു പക്ഷെ ജീവൻ രക്ഷപ്പെട്ടേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും ആയിട്ടുള്ള ഒന്നാണ് ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇഞ്ചുറീസ് കോസ്ഡ് ബൈ ബ്രോക്കൺ ഗ്ലാസ്. ഗ്ലാസ് ലാബിൽ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധയില്ലെങ്കിൽ. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിലും അതുപോലെ ഗ്ലാസ് വേസ് ആണെങ്കിലും അതിന്റെ ചില്ല് എല്ലാ ഭാഗത്തേക്കും ചെതറി വീഴും. നമ്മൾ ലാബിൽ ചപ്പൽസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കാലുമുറിയും, അല്ലെങ്കിൽ വർക്ക് ബെഞ്ചിൽ കിടന്നു കഴിഞ്ഞാൽ കൈമുറിയും. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് തന്നെ ആ വൂണ്ട് വാഷ് ചെയ്യുക, റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യുക. ഗ്ലാസിന്റെ പീസ് ഉണ്ടെങ്കിൽ
വളരെ കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓയിൻമെന്റ്സ് അപ്ലൈ ചെയ്യാം. മെർക്യൂറോക്രോം അല്ലെങ്കിൽ അക്രിഫ്ലാവിൻ ഓയിൻമെന്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യുക. ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഗോസ് കൊണ്ട് അത് കവർ ചെയ്ത് അഡ്ഹസീവ് ടേപ്പ് ഒട്ടിക്കുക. സാധാരണ മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ പ്രിക്കോഷൻസ് അത് നമ്മൾ ചെയ്യുക. ഇത് ഒരു ഫസ്റ്റ് എയ്ഡ് മാത്രമാണ്. ഇനി ആ വൂണ്ടിന്റെ സീരിയസ്നെസ്സും സിവിയറിറ്റി അനുസരിച്ച് മെഡിക്കൽ എയ്ഡ് നമ്മൾ തേടണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എയ്ഡ് തേടുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി സ്പ്ലാഷസ് ഓൺ സ്കിൻ, കയ്യിലോ ശരീരത്തിലോ ഒക്കെ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി, ഇപ്പോൾ വീക്കായിട്ടുള്ള ആസിഡോ ആൽക്കലിയോ അല്ലെങ്കിൽ ഡൈലൂട്ടഡ് ആസിഡോ ആൽക്കലിയോ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്താൽ മതി, ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് ആവശ്യമില്ല. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡോ ആൽക്കലിയോ വീണാൽ എന്ത് ചെയ്യണം? പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ് സ്ട്രോങ് ആസിഡ് വീണ് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആൽക്കലിയും ഒഴിച്ചാൽ അത് ന്യൂട്രൽ ആയിക്കോളൂ എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, സ്ട്രോങ് ആസിഡ് ആൻഡ് ആൽക്കലി തമ്മിലുള്ള റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. പലപ്പോഴും ഹീറ്റ് വല്ലാതെ പുറപ്പെടുവിക്കുന്ന റിയാക്ഷൻസ് ആണ് പൊള്ളല് അധികമാക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു സ്ട്രോങ് ആസിഡ് ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വാഷ് ചെയ്യുക, റണ്ണിങ് ടാപ്പ് വാട്ടർ അഡ്വൈസബിളി. അതിനുശേഷം ആസിഡ് ആണെങ്കിൽ നമ്മൾ 5% സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ കൊണ്ട് നമ്മൾ വാഷ് ചെയ്യുക ആസിഡ് ആണെങ്കിൽ. ഇപ്പോൾ ആൽക്കലി ആകൊണ്ട പൊള്ളുന്നെങ്കിൽ, ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ അമോണിയ ഒക്കെ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലി കൊണ്ടാണ് പൊള്ളുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 5% അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നമുക്കറിയാം ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്ക് ആസിഡാണ്. 5% അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ നമ്മൾ വിനെഗർ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വിനെഗർ, വിനാഗിരി എന്നുള്ള സാധനം, അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം അസറ്റിക് ആസിഡോ അല്ലെങ്കിൽ വിനെഗറോ അപ്ലൈ ചെയ്യുക. ഇപ്പൊ സിവിയർ ആയിട്ടുള്ള ആൽക്കലി ബേൺ വന്നു കഴിഞ്ഞാൽ വാട്ടറിൽ വാഷ് ചെയ്യുക, ഫോളോഡ് ബൈ 5% അസറ്റിക് ആസിഡ് അതല്ലെങ്കിൽ വിനെഗർ. ഇത് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഫസ്റ്റ് എയ്ഡ് ആണ്. വളരെ സിവിയർ ബേൺ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം. ടാപ്പ് വാട്ടറിൽ നമ്മൾ കൈ കഴുകുന്നതാണ്. ഷവറിൽ നമ്മൾ ആ ഭാഗം, പൊള്ളലേറ്റ ഭാഗം റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യുന്നു. ഇനി ആസിഡ് ഓർ ആൽക്കലി സ്പ്ലാഷ് ഇൻ ഐ, കണ്ണിലേക്ക് തെറിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ പ്രിക്കോഷൻസിൽ പറഞ്ഞായിരുന്നു, കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, യൂസ് ഗോഗിൾസ്. ഇപ്പം എല്ലാ സമയത്തൊന്നും ഗോഗിൾസ് ഉപയോഗിച്ചെന്നിരിക്കില്ല, എങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഫുൾ പ്രൊട്ടക്ഷൻ, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കണ്ണിൽ ആസിഡോ അല്ലെങ്കിൽ ആൽക്കലിയോ സ്പ്ലാഷ് ചെയ്തെന്ന് വിചാരിക്കുക. അത് ആസിഡാണ് സ്പ്ലാഷ് ചെയ്തെങ്കിൽ നമ്മൾ 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ് ഡ്രോപ്സ് നമ്മൾ കണ്ണിലേക്ക് ഒഴിക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതി, ആദ്യം വാട്ടറിൽ വാഷ് ചെയ്യണം. ഇങ്ങനത്തെ എന്ത് ആസിഡാണെങ്കിലും ആൽക്കലി ആണെങ്കിലും വാട്ടറിൽ വാഷ് ചെയ്ത് അതിനുശേഷം, അത് ആസിഡ് സ്പ്ലാഷ് ആണെങ്കിൽ 2% സോഡിയം ബൈകാർബണേറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ആസിഡ് ആണെങ്കിൽ 2% സോഡിയം ബൈകാർബണേറ്റ്. അത് ഒരു ആൽക്കലി സ്പ്ലാഷ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് സാച്ചുറേറ്റഡ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് വളരെ വീക്ക് ആസിഡ് ആണ്. അപ്പോൾ സാച്ചുറേറ്റഡ് ബോറിക് ആസിഡ് ആണ് ഒരു ആൽക്കലി സ്പ്ലാഷിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കണ്ണിലേക്ക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വാട്ടറിൽ വാഷ് ചെയ്യുക. അത് കണ്ണിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ആസിഡ് ആണെങ്കിൽ നമ്മൾ 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. അത് ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ബോറിക് ആസിഡ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളത്. ടാപ്പ് കണ്ണിന് നേരെ പിടിച്ചിട്ട് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക. കേസ് ഓഫ് എ swallowing ഓഫ് ആസിഡ്, അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാൻ സാധ്യത പ്രധാനമായിട്ട് നമ്മൾ മൗത്ത് പിപ്പറ്റിങ്ങിലാണ്. അത് ചെയ്യാൻ ചെയ്താത്ത ഒന്നാണ്. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ വാട്ട് ടു ഡു?
ഡ്രിങ്ക് 5% സോപ്പ് സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. അപ്പൊ പെട്ടെന്ന് സോപ്പ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡിനുള്ള എല്ലാ സംഗതികളും എല്ലാ ലാബുകളിലും കൃത്യമായിട്ട് ഒരുക്കി വെച്ചേക്കണം. കാരണം ഒരു അപകടം സംഭവിക്കുന്നത് പ്ലാനിങ്ങോടല്ല, പെട്ടെന്നാണ് വരിക. അപ്പൊ അതിന് നേരിടാനുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് എപ്പോഴും നമ്മുടെ ലാബിൽ ഉണ്ടാവണം. ഇൻ കേസ് ഒരാൾ ആസിഡ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 5% സോപ്പ് സൊല്യൂഷൻ കുടിക്കാൻ കൊടുക്കുക. ഗാർഗിൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുക. പിന്നീട് നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുക. ഇനി ആൽക്കലി നമ്മൾ സ്വാളോ ചെയ്ത് പോയി വിചാരിക്കുക. ആൽക്കലി ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ അതല്ലെങ്കിൽ അമോണിയ ഒക്കെ സ്വാളോ ചെയ്ത് വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 5% അസറ്റിക് ആസിഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് കുടിക്കാൻ കൊടുക്കുക. അതിനുശേഷം അതേ സൊല്യൂഷൻ കൊണ്ട് അസറ്റിക് ആസിഡ് കൊണ്ടോ അല്ലെങ്കിൽ ലെമൺ കൊണ്ടോ നമ്മൾ ഗാർഗിൾ ചെയ്യുക. പിന്നീട് ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുക. അപ്പൊ ആൽക്കലി സ്വാളോയിങ്ങിനുള്ള ഫസ്റ്റ് എയ്ഡ് മെഷറാണ് ഈ പറഞ്ഞത്. പോയിസണിങ്, ടോക്സിക് സബ്സ്റ്റൻസ്, ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസ് നമ്മൾ ലാബിൽ ഉപയോഗിക്കാറുണ്ട്. ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള പല വസ്തുക്കൾ നമ്മൾ കെമിക്കൽസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ, ഓൾമോസ്റ്റ് ഓൾ കെമിക്കൽസ് ടോക്സിക് ആണ്. ചിലത് കൂടുതൽ ടോക്സിക് ആയിരിക്കാം. ഫേറ്റൽ ആയിട്ടുള്ള പോയിസണിങ് നമുക്ക് സംഭവിക്കാം. അപ്പോൾ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് പ്രഥമ ശുശ്രൂഷയല്ല വേണ്ടത്, ഏറ്റവും പെട്ടെന്നുള്ള മെഡിക്കൽ അറ്റൻഷൻ ആണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് വിക്ടിമിനെ നമ്മൾ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ എത്തിക്കുക. ഇനി ബേൺസിനെ കുറിച്ചാണ്. മൈനർ ബേൺസ് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്നാണ്. ഫ്ലെയിമിൽ നിന്നോ അല്ലെങ്കിൽ ചൂടായിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്നോ, ടെസ്റ്റ് ട്യൂബോ അതുപോലെ ഏതെങ്കിലും ചൂടായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നൊക്കെ നമുക്ക് മൈനർ ആയിട്ടുള്ള ബേൺസ് ഉണ്ടാകാം. ബേൺസ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഗം വെള്ളത്തിൽ, നല്ല തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസിലോ നമ്മൾ അത് മുക്കി വെക്കുക. അപ്പൊ അത് പെയിൻ കുറയ്ക്കലാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക. അതിനുശേഷം മെർക്യൂറോക്രോമോ അല്ലെങ്കിൽ ആക്രിഫ്ലാവിനോ ഓയിൻമെന്റ്, ഏതെങ്കിലും ഓയിൻമെന്റ്, അപ്പൊ അത് നമ്മൾ സിൽവെക്സ് എന്നൊക്കെ പറഞ്ഞ ഓയിൻമെന്റ് ഒക്കെ ഉണ്ട്. ആ ഓയിൻമെന്റ് കുഴപ്പമില്ല. ബേണിങ്ങിനുള്ള ബേണോൾ എന്ന് പറഞ്ഞ ഓയിൻമെന്റ് ഉണ്ട്, അത് ബ്രാൻഡ് നെയിം ആണ് ബേണോൾ. ഈ മെർക്യൂറോക്രോമും ആക്രിഫ്ലാവിനാണ് അതിന്റെ കണ്ടൻസ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് വളരെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സിങ്സ്, നമ്മൾ ക്ലോസ് ആയിട്ട് സാധനം ഊണ്ടൊക്കെ കെട്ടും പോലെ അങ്ങനെ ക്ലോസ് ആയിട്ട് നമ്മൾ കെട്ടരുത്, ലൂസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കുക. ഇത് മൈനർ ബേണിന് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻ ആണ്. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മൾ വെള്ളത്തിൽ കഴുകുന്നു, കഴുകി കഴിഞ്ഞിട്ട് ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് അപ്ലൈ ചെയ്യുന്നു. ഇനി അൺകോൺഷ്യസ് ആകുക, ബോധം കെടുക, അത് സംഭവിക്കാം. ഒരു ഫെയിന്റിങ്ങിനോട് അനുബന്ധിച്ചിട്ട് അൺകോൺഷ്യസ് ആവാനുള്ള സാധ്യതയുണ്ട്. അൺകോൺഷ്യസ് ആയാൽ നമ്മൾ ചെയ്യേണ്ടത് പേഷ്യന്റിനെ ചരിച്ച് കിടത്തുക. ചരിച്ച് കിടത്തി കഴിഞ്ഞിട്ട് കാലുകൾ അതുപോലെ കൈകളും മുമ്പോട്ട് ബെൻഡ് ചെയ്യുക. കാലുകളും കൈകളും മുമ്പോട്ട് ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സി ഷേപ്പിലേക്ക് വരും. ഒരു സി ഷേപ്പിൽ ചരിച്ച് കിടത്തുക. ഹെഡ്, തല താഴേക്ക് പരമാവധി ഫ്ലോറിലേക്ക്, ആ ഭാഗത്തേക്ക് ബെൻഡ് ചെയ്ത് തലയും വെക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് റെസ്പയർ ചെയ്യും, ശ്വാസം വിടാനുള്ള എളുപ്പം ഉണ്ട്. ഇപ്പോൾ മലർത്തിയോ കമിഴ്ത്തിയോ കിടത്തി കഴിഞ്ഞാൽ പേഷ്യന്റിന് റെസ്പിറേഷൻ, ശ്വാസോച്ഛ്വാസ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ചരിഞ്ഞ പൊസിഷനിൽ കിടത്താൻ പറയുക. അപ്പൊ ആ ബ്ലഡ് സർക്കുലേഷനും കുറെ കൂടി എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റർ സഹായിക്കും. എത്രയും പെട്ടെന്ന് മെഡിക്കൽ അസിസ്റ്റൻസ്, കാരണം ബോധം കെട്ട് കിടക്കുന്ന ആളെ കൊണ്ട് നമുക്ക് അധികം ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് നിർത്താനാവില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അതിന്റെ മെഡിക്കൽ അസിസ്റ്റൻസ്. ഇനി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കേസ്, നമുക്കൊരാൾക്ക് ഒരു റെസ്പിറേറ്ററി അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ മെഡിക്കൽ ഫെസിലിറ്റിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൃത്രിമ ശ്വാസോച്ഛ്വാസം അഥവാ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അതിന് പല രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉണ്ട്. നമ്മളിവിടെ പ്രധാനമായിട്ട് പറയുന്നത് മൗത്ത് ടു മൗത്ത്
ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻ്റെ പോസ്റ്റർ പേഷ്യൻ്റെ മലർത്തി കിടത്തി അവരുടെ കഴുത്തിന് താഴെയായിട്ട് നമ്മൾ ഒരു കോട്ടനോ അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയോ മടക്കി വെച്ച് തല പിന്നിലോട്ട് അല്പം ടിൽറ്റ് ചെയ്യുന്ന പൊസിഷനിൽ വെക്കുക. അപ്പോൾ പേഷ്യന്റിനെ മലർത്തി കിടത്തിയതിന് ശേഷം കഴുത്തിന്റെ ഭാഗമാണ്, തലയല്ല, കഴുത്തിന്റെ ഭാഗം അല്പം ഉയർത്തി വെക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കോട്ടനോ അല്ലെങ്കിൽ ക്ലോത്തോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉപയോഗിക്കുക ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ മൂക്ക് നമ്മുടെ കൈവിരലുകൊണ്ട് അടച്ചു പിടിക്കുക. എന്നിട്ട് വായിലൂടെ 1 മിനിറ്റിൽ 10 പ്രാവശ്യം വെച്ച് നമ്മൾ ഊതി ശ്വാസം കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് റീസ്റ്റാർട്ട് ചെയ്യുന്നിടം വരെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് വേണ്ടുന്ന നമ്മൾ കൊടുക്കാൻ വേണ്ട സ്റ്റെപ്സ് നോക്കുക. ഒന്നാമത് ലേ ദ വിക്ടിം ഓൺ ദ ബാക്ക്, വിക്ടിമിനെ മലർത്തി കിടത്തുക. ക്ലിയർ എനി ഒബ്സ്ട്രക്ഷൻ ഓൺ ദ മൗത്ത്, വായിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻ, അത് വെള്ളമോ ഫോമോ പതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും വസ്തു വായിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതായത് നമ്മുടെ ആ റെസ്പിറേറ്ററി റൂട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ നമ്മൾ പറയുക. മൂന്നാമത്തത് പ്ലേസ് ആൻ ഒബ്ജക്റ്റ് അണ്ടർ ദ ഷോൾഡർ സോ ദാറ്റ് ദ ഹെഡ് ഈസ് ടിൽറ്റഡ് ബാക്ക്. ആ ഹെഡ് കുറച്ച് പുറകോട്ടാകുന്ന രീതിയിൽ നമ്മുടെ കഴുത്തിന്റെ ആ താഴെ ഭാഗത്ത് എന്തെങ്കിലും ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്നു. നാലാമത്തത് പിഞ്ച് ദ നോസ്ട്രിൽസ് നമ്മൾ അടച്ചു പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ വിക്ടിമിന്റെ വായിലേക്ക് നമ്മുടെ വായി ചേർത്ത് വെച്ച് ശക്തിയായിട്ട് ഊതുന്നു. അപ്പോൾ എയർ ലങ്സിലേക്ക് എത്തുന്നു. ഈ പ്രോസസ്സ് നമ്മൾ 1 മിനിറ്റിൽ 10 പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്യുക. അപ്പം അതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനുള്ള സ്റ്റെപ്സ്. റെസ്പിറേറ്ററി അറസ്റ്റ് പലപ്പോഴും സംഭവിക്കുന്നത് നമുക്കറിയാം. ഏതെങ്കിലും രീതിയിലുള്ള ഷോക്ക്, ഈ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി അറസ്റ്റ് സംഭവിക്കാം. അപ്പോൾ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡിയാക് മസാജ് കൊടുത്ത് ഹാർട്ടിനെ റിജുവിനേറ്റ് ചെയ്യണം. റെസ്പിറേറ്ററി അറസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൂടി കൊടുക്കുക. ഇനി മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ലബോറട്ടറി പ്രൊഫഷണൽസ്. ലാബിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ, അതായത് ലബോറട്ടറി ടെക്നീഷ്യൻ ഏതൊക്കെ രീതിയിലുള്ള എത്തിക്സ് പാലിച്ചിരിക്കണം, മൂല്യങ്ങൾ, വാല്യൂസ്, എത്തിക്സ് ലബോറട്ടറി പ്രൊഫഷണലിൽ പാലിച്ചിരിക്കേണ്ട എത്തിക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് പോയിന്റ് ആയിട്ട് ഓരോന്ന് പറയാം. ട്രീറ്റ് ദ പേഷ്യൻസ് കോളീഗ്സ് വിത്ത് റെസ്പെക്ട്, കെയർ ആൻഡ് തോട്ട്ഫുൾനെസ്. നമുക്ക് വരുന്ന പേഷ്യന്റ്, അതുപോലെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ പരസ്പര ബഹുമാനത്തോടു കൂടി നമ്മൾ കാണുക. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈക്വലി നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുക. രണ്ടാമത്തത് പെർഫോം ഡ്യൂട്ടീസ് ഇൻ ആക്യുറേറ്റ്, പ്രിസൈസ്, ടൈംലി ആൻഡ് റെസ്പോൺസിബിൾ മാനർ. നമ്മൾ ചെയ്യേണ്ട ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുക. പങ്ക്ച്വലായിരിക്കണം, സമയത്തെത്തണം. നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി കൃത്യസമയത്ത് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുക, ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുക. മൂന്നാമത്തത് സേഫ് ഗാർഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ ആസ് കോൺഫിഡൻഷ്യൽ. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അത് ടെസ്റ്റ് റിസൾട്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങളായിരിക്കാം, ആ വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതായത് പബ്ലിക്കായിട്ട് ഒരു തേർഡ് പേഴ്സണോട് നമുക്ക് പറയാൻ പറ്റിയതല്ല, അങ്ങനെ പറയരുത്. വളരെ പ്രധാനപ്പെട്ടതാണ് വിവരങ്ങളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കീപ്പിംഗ്. നാലാമത്തത് കറക്റ്റ് യൂസ് ഓഫ് ലബോറട്ടറി റിസോഴ്സസ്. ലാബിൽ ഒരുപാട് കെമിക്കൽസും റിയേജൻസും അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യാനും കറക്റ്റായിട്ട് റിസൾട്ട് കൊടുക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത രീതിയിൽ നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. പ്രത്യേകിച്ച് റിയേജൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വേസ്റ്റേജ് ഒരിക്കലും ഉണ്ടാകരുത്. കോസ്റ്റ്ലി ആണ് റിയേജൻസ്. അത് മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്ക് കൾച്ചറായിട്ട് മാറണം. ആവശ്യത്തിനുള്ള റിയേജൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അഞ്ചാമത്തെ ഓൾവേസ് ഗീവ് ക്വാളിറ്റി ലബോറട്ടറി സർവീസ് ഇൻ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ. ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്.
നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. ഇപ്പോൾ നമുക്കൊരു ടെസ്റ്റ് ചെയ്തു, സംശയം ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും അത് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയല്ല വേണ്ടത്. എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇത് പരിഹരിച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതല്ല നമ്മൾ റിയേജന്റിന്റെ വേസ്റ്റേജ് അല്ല നമ്മൾ നടത്തേണ്ടത്. ആറാമത്തായിട്ട് വർക്ക് വിത്ത് ഇൻ ദ ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസും ഉണ്ടാവും. അത് കൃത്യമായിട്ട് പാലിച്ചു വേണം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏഴാമതായിട്ട് പറയുന്നത് ഇംപ്രൂവ് പ്രൊഫഷണൽ സ്കിൽ ആൻഡ് നോളജ്. പ്രൊഫഷണലാണ് നമ്മൾ. പ്രൊഫഷണൽ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വേണ്ടത് ആ പ്രൊഫഷണൽ സ്കില്ല് ഓരോ ദിവസവും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കരുത്. ആ ടെക്നോളജി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മളുടെ റീഡിങ്ങിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റു സോഴ്സിൽ കൂടിയോ അറിവ് വർദ്ധിപ്പിക്കുകയും വേണം. ഇതാണ് പ്രധാനമായിട്ട് ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എത്തിക്സ്. ഇനി കമ്മ്യൂണിക്കേഷൻ ഇൻസൈഡ് ദ ലബോറട്ടറി. എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഏത് ജോലിക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് ഇന്റർ പേഴ്സണൽ റിലേഷൻസ് ഉള്ള സ്ഥലത്തും കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം വളരെയധികമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? സ്പീക്ക് ടു പേഷ്യന്റ് ക്ലിയർലി വിത്ത് പ്ലീസിങ് മാനർ. നമ്മൾ പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ ആ പേഷ്യന്റിന് മനസ്സിലാകുന്ന രീതിയിൽ, നമുക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല, പേഷ്യന്റിന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ പ്ലീസിങ് ആയിട്ട് കാര്യങ്ങൾ പറയുക. പേഷ്യന്റ് ഫീൽ ചെയ്യണം സം സോർട്ട് ഓഫ് കൺസേൺ ദാറ്റ് വി ഹാവ്. പേഷ്യന്റിനോട് നമുക്ക് അനുഭാവം ഉണ്ടെന്ന് പേഷ്യന്റിന് ഫീൽ ചെയ്യുന്ന രീതിയിൽ പ്ലീസിങ് ആയിട്ട് നമ്മൾ സംസാരിക്കുക. രണ്ടാമത്, കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ് നോളജ് ടു ഹോസ്പിറ്റൽ സ്റ്റാഫ്. കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന് ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് പറ്റി. ആ ഡിഫക്റ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിക്കും തോറും അതുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വീണ്ടും വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. മൂന്നാമത്, ഗുഡ് ആൻഡ് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എ ഫിസിഷ്യൻ അബൌട്ട് ദ ലാബ് റിസൾട്ട്സ്. പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടറിനോട് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ റിസൾട്ട് സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഏതെങ്കിലും രീതിയിൽ നമുക്ക് എക്സ്ട്രാ ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ നമ്മൾ ഷെയർ ചെയ്യുക. വളരെ അപൂർവമായിട്ടെങ്കിലും ചില നമ്മളുടെ അങ്ങനെയുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഈ രോഗിയെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചില മിസ്സിംഗ് പോയിന്റ്സ് ഒക്കെ ഈ ഡോക്ടേഴ്സിന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് സമഗ്രമായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നാലാമത്തായിട്ട്, ഗുഡ് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് കോവർക്കേഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടെയുള്ള ആൾക്കാരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം സൂക്ഷിക്കുക. കൃത്യമായ രീതിയിലുള്ള ഇന്റർ പേഴ്സണൽ റിലേഷൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു കമ്മ്യൂണിക്കേഷന് നമ്മൾ ലാബിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്.